ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ നമുക്കിന്ന് വെണ്ടയ്ക്ക വെച്ച് അടിപൊളി ഒരു ഐറ്റം ആണ് കേട്ടോ ഉണ്ടാക്കി കാണിക്കുന്നതാണ്ട് ഈ ഒരു ഐറ്റം ആണ് കേട്ടോ. ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി. ഇതിന്റെ ആ ഒരു മസാല ഉണ്ടല്ലോ, അത് കൂട്ടി തന്നെ ചോറ് കഴിക്കാൻ വേറെ ഒരു കറിയും വേണ്ട. നല്ല കിടിലൻ ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന്. ഈ വെണ്ടയ്ക്കൊക്കെ ഇഷ്ടമല്ലാത്തവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആയിരിക്കും ഇത്. അത്രയ്ക്കും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇതിങ്ങനെ ചൂട് ചോറിനകത്ത് വെച്ചങ്ങോട്ട് കുഴച്ചങ്ങോട്ട് കഴിക്കണം. എൻ്റെ പൊന്നോ, സ്വർഗ്ഗമാണ് കേട്ടോ. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ചട്ടി ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇത് നമ്മൾ സവാള ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ, അതുകൊണ്ട് കുറച്ചധികം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നീളത്തിൽ അരിഞ്ഞെടുത്ത കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്ത സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അത് ചേർത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് അങ്ങ് വഴറ്റി കൊടുക്കാം. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ജസ്റ്റ് ഇളക്കി ഇളക്കി ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഞാൻ ഇടയ്ക്ക് ഇളക്കിയിട്ട് കൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതാണ്ട് ഇപ്പൊ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതുപോലെ കളറ് നന്നായിട്ട് ഈ ബ്രൗൺ കളറിലോട്ട് എത്തണം. അപ്പൊ അതുവരെ നമുക്ക് ഇതുപോലെ ഒന്ന് വറുത്ത് കൊടുക്കാം. ദാണ്ട് ഇപ്പൊ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കിയിട്ട് ഇത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഞാൻ വെണ്ടയ്ക്ക വെച്ച് പല ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് തോന്നിയ ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പൊ അതാണ്ടേ ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി അതേ എണ്ണയിലോട്ട് തന്നെ നമുക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക ഞാൻ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ, ഒരു 8-9 എണ്ണ എടുത്തിട്ടുള്ളൂ. അത് ഇതുപോലെ നീളത്തിൽ ഇതുപോലെ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ അരിഞ്ഞെടുത്തേക്കുന്നത്. അത് നമുക്ക് ഇനി ഈ വെണ്ടയ്ക്കയുടെ ആ ഒരു വഴുവഴുപ്പ് മാത്രം മാറിയാൽ പോരാ, ഒന്ന് കളറ് മാറി ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം കേട്ടോ. അപ്പൊ നമുക്ക് അതും ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പൊ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാനാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ഇളക്കിയിട്ടിട്ട് ഞാൻ അപ്പുറത്തെ വശം വരെ പോയപ്പോഴത്തേനും ചെറുതായിട്ടൊന്ന് അധികമായിട്ടൊന്ന് മുരിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ കരിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ അതാണ് ഇതുപോലെ ഒന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും മതി. ഇനി നമുക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കാം വെണ്ടയ്ക്കയും. അപ്പൊ ഒന്ന് മൊരിച്ചെടുക്കണം കേട്ടോ, ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് വെണ്ടയ്ക്കയും. അപ്പൊ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി താണ്ടെ നമ്മളിവിടെ ഫ്രൈ ആക്കി എടുത്ത് സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെണ്ടയ്ക്ക ഫ്രൈ ആക്കിയതുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പുളിയില്ലാത്ത ഒരു അരക്കപ്പോളം തൈര്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ പുളിയില്ലാത്ത തൈര് തന്നെ വേണം ചേർക്കാൻ കേട്ടോ. പുളിയുള്ള തൈര് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു റിസൾട്ട് കിട്ടൂല. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല പഴുത്ത നോക്കി ഒരു തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂണൊക്കെ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പച്ചമുളക് വല്ലതും ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ പ്രത്യേകിച്ച് ഇനി പച്ചമുളകൊന്നും ചേർക്കുന്നില്ല. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. നന്നായിട്ടൊന്ന് ഞെരടി എടുക്കാം. അപ്പൊ അതാണ്ട് ഞാനൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. പക്ഷെ ഇതല്ല നമ്മുടെ ഉദ്ദേശം. അപ്പൊ അതാണ്ട് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ ആ നേരത്തെ നമ്മൾ ഫ്രൈ ആക്കി എടുത്ത അതേ പാൻ തന്നെ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, വളരെ കുറച്ച്. അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴേക്കും കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് നമ്മളിവിടെ റെഡിയാക്കി വെച്ചേക്കുന്ന ഐറ്റം അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. ഇനി നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കണം. കുറച്ച് സമയം ആ തക്കാളിയുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി, തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഇതൊക്കെ കുറച്ചും കൂടെ ഒന്ന് വറ്റി ഒന്ന് വെന്ത് ആ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരും കേട്ടോ. ആ ഒരു സമയം വരെയും ഒന്ന് വഴറ്റിയെടുക്കണം. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വഴറ്റണ്ട, അതും ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്.
ഇപ്പൊ ദാണ്ടെ സംഭവം ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറിയത് കണ്ടോ? ചെറിയൊരു കളർ മാറിയിട്ടുണ്ട്. അതുപോലെ എല്ലാം നന്നായിട്ട് വെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് മതി. ഈ ഒരു പരുവാകുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു വെണ്ടയ്ക്ക സൈഡ് ഡിഷ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കിടിലൻ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ എന്തായാലും വെണ്ടയ്ക്ക വെച്ച് ഇങ്ങനെ ട്രൈ ആക്കി നോക്കിയിട്ടില്ലെങ്കിൽ മിക്സ് ആക്കരുത്. ഉറപ്പായിട്ടും ട്രൈ ആക്കി നോക്കണം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടാവും ട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പൊ നമുക്ക് ഇനിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.